അടുത്ത് നമ്മൾ ഡിസംബർ 2020 2019 സ്കീമിൻ്റെ പാർട്ട് എയുടെ പ്രോബ്ലമാണ്. ഓക്കെ, ആദ്യത്തെ പ്രോബ്ലം ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ പ്രോബ്ലം എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ചോദിക്കുമ്പോൾ എക്സാമിൽ എഴുതാതിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും. മെറ്റാ സെൻറ്ററിലോ ആണോ സെൻറ്റർ ഓഫ് ബയാൻസി ആണോ, ജി ആണോ GM ആണോ, എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് എങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ വരാതെ നമ്മൾ എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഓക്കെ, സ്റ്റെബിലിറ്റി കണ്ടീഷൻസ്. ഓക്കെ, എന്താ ചോദിച്ചിരിക്കുന്നത്? ഫ്ലോട്ടിംഗ് ബോഡിയും സബ്മേർജ്ഡ് ബോഡി. ഓക്കെ, സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് നമുക്കറിയാലോ, സ്റ്റേബിൾ, അൺസ്റ്റേബിൾ, ന്യൂട്രൽ. ഓക്കെ, സ്റ്റേബിൾ, അൺസ്റ്റേബിൾ, ന്യൂട്രൽ. സൺ. ഓക്കെ, ഇവിടെയും സണ്ണുണ്ട്, ഇവിടെയും സണ്ണുണ്ട്. പക്ഷേ ഈ സണ്ണ് എങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫ്ലോട്ടിംഗ് കണ്ടീഷൻസിനകത്ത് മെറ്റാ സെൻറ്റർ, ഓക്കെ, M ആൻഡ് G. സബ്മേർജ്ഡിനകത്ത് B ആൻഡ് G. ഓക്കെ, സ്റ്റെബിലിറ്റി ഫ്ലോട്ടിംഗ് M ആൻഡ് G, സബ്മേർജ്ഡ് B വന്നിട്ടുണ്ടല്ലോ, ഇബ്, അപ്പോൾ B ആൻഡ് G കമ്പയർ ചെയ്യണം. സബ്മേർജ്ഡ് B ഉണ്ട്, അപ്പോൾ Bയും Gയും ആണ് കമ്പയർ ചെയ്യുന്നത്. Bയും Gയും ആണ് കമ്പയർ ചെയ്യുന്നത്. ഇതിനകത്ത് G മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ M എടുത്ത് അങ്ങനെ വിചാരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ മറക്കത്തേ ഇല്ല. ഓക്കെ, ഇപ്പം ഈ എമ്മും ജിയും എങ്ങനെയാണ്? സ്റ്റേബിൾ ആണെങ്കിൽ M is above G. ഓക്കെ, അൺസ്റ്റേബിൾ ആണെങ്കിൽ M is below G. ഓക്കെ, ന്യൂട്രൽ ആണെങ്കിൽ ഓക്കെ M coincides with G. Okay, submerged the same, instead of M you have to write B. Okay, ഇവിടെ ഏതാ സ്റ്റേബിളിന്? B above G. കിട്ടിയോ? അൺസ്റ്റേബിൾ ആണെങ്കിൽ B below G. ഓക്കെ, ന്യൂട്രൽ ആണെങ്കിൽ B coincides with G. കിട്ടിയോ? മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ഇനി എഴുതാലോ. ഇനി എപ്പോഴെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് മറക്കത്തില്ലല്ലോ. അപ്പോൾ സ്റ്റെബിലിറ്റി, സ്റ്റേബിൾ, അൺസ്റ്റേബിൾ, ന്യൂട്രൽ. ഫ്ലോട്ടിംഗ് ആണെങ്കിൽ ഇവിടെ G മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ M എടുത്തിരിക്കുന്നത്. ഓക്കെ, Mയും Gയും കമ്പയർ ചെയ്യുക. സബ്മേർജ്ഡ് ഇവിടെ B ഉണ്ട്, അപ്പോൾ Bയും Gയും ആണ് നമ്മൾ കമ്പയർ ചെയ്യുക. മനസ്സിലായോ? അപ്പം ഇത് ഇങ്ങനെ എഴുതിയാൽ മതി. അവർ കൂടുതൽ 5 മാർക്ക് അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് പടം വെച്ചിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം എങ്ങനെ ചെയ്യാം? ഫ്ലോട്ടിംഗ് ബോഡി. അപ്പോൾ ഫ്ലോട്ടിംഗ് ബോഡി എന്ന് വെച്ചാൽ പകുതി മുകളിലോട്ട് പകുതി താഴോട്ട് വെള്ളത്തിനകത്ത് ഇരിക്കുന്നത് പോലെ നമ്മൾ ഇങ്ങനെ കാണിക്കണം. അപ്പോൾ ഈ ബോഡീന് ഈ ഫ്ലോട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് G സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്, ബയോൺസ് ഫോഴ്സ് സെൻറ്റർ ഓഫ് ബയോൺസി B ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണിച്ചു. ഇപ്പോൾ ഇതിനെ ഒരു ടിൽട്ട് കൊടുക്കുമ്പോൾ, ഒരു ക്ലോക്ക് വൈസിൽ ഒരു ടിൽട്ട് കൊടുക്കുമ്പോൾ, ദാറ്റ് ഈസ് യുവർ ഓവർ ടേണിങ് കപ്പിൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഈ B പോയിൻ്റ് ഇല്ലേ, സെൻറ്റർ ഓഫ് ബയോൺസി ഇല്ലേ, അതിൻ്റെ പ്ലേസ് മാറി B1ലേക്ക് മാറുന്നു. ഓക്കെ, ഈ B1 മാറുമ്പോൾ ഇതിൻ്റെ നേരുള്ള ആ ലൈന് ഈ ആക്സിസിനകത്ത് കട്ടാകുമ്പോൾ ഒരു പോയിൻ്റ് വരത്തില്ലേ, പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അതാണ് നമ്മൾ M മെറ്റാ സെൻറ്ററിന് എടുക്കുന്നത്. ഓക്കെ, GM എന്ന് പറയുന്നത് GM മെറ്റാ സെൻട്രിക് ഹൈറ്റ് നമ്മൾ പറയും. ഓക്കെ, ഇപ്പോൾ ഈ M ജീൻ്റെ മുകളിൽ ഇരിക്കുവാണെങ്കിൽ, ഓക്കെ, ജീൻ്റെ മുകളിൽ ഇരിക്കുവാണെങ്കിൽ ഈ വെയ്റ്റും ഈ ഫോഴ്സ് ഓഫ് ബയോൺസി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ തിരിച്ച് നമ്മൾ ഏത് ഡയറക്ഷനിലാണ് നമ്മൾ ഈ ട്വിസ്റ്റ്, അതായത് നമ്മൾ ഫോഴ്സ് കൊടുത്തതെന്ന് വെച്ചാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ അത് ക്രിയേറ്റ് ആക്കും. എപ്പോഴാണ്? M is above G ആകുമ്പോഴാണ്. ഓക്കെ, ദാറ്റ് ഈസ് യർ റീസ്റ്റോറിങ് കപ്പിൾ. ഓക്കെ, ഈ വെയ്റ്റും
ഫോഴ്സ് ഓഫ് ബയോൺസി എന്ത് ചെയ്യും, അത് ഒരു റീസ്റ്റോറിങ് കപ്പിൾ ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഫ്ലോട്ടിംഗ് ബോഡി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് മാറും. ഇതാണ് സ്റ്റേബിൾ ഈക്വിലിബ്രിയം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൻ്റെ കഥകളാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ തന്നെ നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ എഴുതുക. ദിസ് ഈസ് യുവർ ഫ്ലോട്ടിംഗ് ബോഡി. അതിന് ഉള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് ബയോൺസിയും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ഇഫ് യു ആർ ഗിവിങ് എ സ്മോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഈസ് ഓവർടേണിംഗ് കപ്പിൾ ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൊടുക്കുമ്പോഴത്തേക്ക് ന്യൂ സെൻറ്റർ ഓഫ് ബയോൺസി ഇല്ലേ B1 ക്രിയേറ്റ് ആകും, P1 ക്രിയേറ്റ് ആകും. അപ്പോഴത്തേക്ക് നമ്മുടെ മെറ്റാ സെൻറ്റർ ഹൈറ്റ്, ഇഫ് ദ മെറ്റാ സെൻട്രിക് ഹൈറ്റ് ഇസ് എബവ് G ആണെങ്കിൽ ദിസ് W weight of the floating body and the force of buoyancy will create a restoring couple in the anti-clockwise direction. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ക്രിയേറ്റ് ആകുമ്പോഴാണ് the body tends to go to its original position. അതാണ് സ്റ്റേബിൾ ഈക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം എന്തുവാ? ദ സെയിം തിങ്. അതുപോലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് ബോഡി വരയ്ക്കുക, ഒരു ഓവർ ടേണിംഗ് കപ്പിൾ, ഒരു സ്മോൾ ടിൽറ്റ് നമ്മൾ കൊടുക്കുക, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ദ സെയിം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഇൻ കേസ് M ഇസ് ബിലോ G ആണെങ്കിൽ ഈ വെയ്റ്റ് ഓഫ് ദ ബോഡിയും ഫോഴ്സ് ഓഫ് ബയോൺസി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ഡയറക്ഷനിൽ തന്നെ തിരിച്ചു പോവും. തിരിച്ചല്ല, ഈ കൊടുത്ത ഡയറക്ഷനിൽ തന്നെ ഈ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് ഈ ബോഡി സിങ്ക് ആകും. ഓക്കെ, ഇമേഴ്സ്ഡ് കണ്ടീഷനിലേക്ക് പോകും. അതാണ് അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം. അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരത്തില്ല. ഓക്കെ, ന്യൂട്രൽ ഈക്വിലിബ്രിയം അറിയാലോ, കോയിൻസൈഡ്സ്. അത് തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്കും ആകത്തില്ല, ഇമേഴ്സും ആകത്തില്ല, തിരിച്ച് ഒരു ന്യൂ പൊസിഷനിലേക്ക് പോകും, അതിൽ തന്നെ അഡാപ്റ്റ് ആവും. അതാണ് ഇത്. ദർ വിൽ ബി നെയ്തർ റീസ്റ്റോറിങ് കപ്പിൾ നോർ ഓവർടേണിംഗ് കപ്പിൾ ഡെവലപ്ഡ് വെൻ ദ ബോഡി ഈസ് ടിൽറ്റഡ്. അതിനകത്ത് ഒന്നും വരത്തില്ല. ദ ബോഡി വിൽ സിംപ്ലി അഡാപ്റ്റ് ടു ഇറ്റ്സ് ന്യൂ പൊസിഷൻ. വേറെ ഒരു പൊസിഷനിലേക്ക് പോയി അതിൽ തന്നെ അഡാപ്റ്റ് ആയിക്കോളും. അതാണ് സ്റ്റെബിലിറ്റി കണ്ടീഷൻസ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. M is above G അൺസ്റ്റേബിൾ, M is below G ആണെങ്കിൽ അൺസ്റ്റേബിൾ, M coincides with G ആണെങ്കിൽ ന്യൂട്രൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാത്ത് ലൈൻ, സ്ട്രീക്ക് ലൈൻ, സ്ട്രീം ലൈൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഈ പാത്ത് ലൈൻ എന്ന് പറയുന്നത് എന്തുവാ? ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ നല്ല ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു പാർട്ടിക്കിൾ ആദ്യം 0 സെക്കൻഡ്സിൽ ഇവിടെയാണ്, അടുത്ത് 1 മിനിറ്റിൽ ഇവിടെയാണ്, 2 മിനിറ്റിൽ ഇവിടെയാണ്, ഫൈനൽ 5 മിനിറ്റ്സിൽ ഇവിടെയാണ്. അപ്പോൾ ഈ ലൈന് നമ്മൾ ട്രേസ് ചെയ്യുന്നില്ലേ, അതാണ് പാത്ത് ലൈൻ. എ ലൈൻ ട്രേസ്ഡ് ബൈ എ പാർട്ടിക്കിൾ, by a given particle as it flows from one point to another point, that is a path line. ഓക്കെ, ഒരു പാർട്ടിക്കിൾ ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകുന്ന ആ പാത്താണ് നമ്മൾ പാത്ത് ലൈൻ എന്ന് പറയുന്നത്. ഒരു പാർട്ടിക്കിൾ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ വാട്ട് ഇസ് സ്ട്രീക്ക് ലൈൻ? എ ലൈൻ ക്രിയേറ്റഡ് ബൈ പാർട്ടിക്കിൾസ് ഇൻ എ ഫ്ലോ that have previously passed through a common point. ഡയഗ്രാം നോക്കുമ്പോൾ എല്ലാം സെയിം ആണെന്ന് വിചാരിക്കത്തുള്ളൂ, പക്ഷേ സെയിം അല്ല. ഇതിൽ എ പാർട്ടിക്കിളാണ്, ഇതിൽ പാർട്ടിക്കിൾസ് ആണ്, കുറേ പാർട്ടിക്കിൾസ് ആ സെയിം പോയിൻ്റ് പ്രീവിയസ്ലി ക്രോസ് ആയിട്ടുള്ളതാണ് സ്ട്രീക്ക് ലൈൻ. എ ലൈൻ ക്രിയേറ്റഡ് ബൈ ദ പാർട്ടിക്കിൾസ്. ഒരു ലൈൻ நிறைய പാർട്ടിക്കിൾസ് ആ പോയിന്റിലോട്ട് കൂടി പോകുന്നതാണ് സ്ട്രീക്ക് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കും. ഇത് പാത്ത് ലൈൻ ആയിട്ട് നമുക്ക് പറയാം. സ്റ്റഡി ഫ്ലോയിൽ പാത്ത് ലൈനും സ്ട്രീക്ക് ലൈനും സെയിം ആയിരിക്കും. പക്ഷേ അൺസ്റ്റഡി ഫ്ലോ ആകുമ്പോൾ ഓരോരോ പാർട്ടിക്കിളും ഓരോരോ പാത്ത് ലൈനാണ് എടുക്കുന്നത്. അപ്പോൾ ആ ലൈന് നമ്മൾ കണക്ട് ചെയ്യത്തില്ലേ, ഇതാണ് സ്ട്രീക്ക് ലൈൻ. മനസ്സിലായോ? സ്ട്രീം ലൈൻ എന്ന് പറയുന്നത് എന്തുവാണ്? It gives a velocity of the fluid. Okay, a line that is tangent to the velocity field. Or നമുക്ക് വേറെ എങ്ങനെ എഴുതാം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഇമേജിനറി കേർവ്.
അപ്പോൾ ഈ കേർവിനകത്ത് നമ്മൾ ഒരു ടാൻജൻറ്റ് എടുക്കുവാണെങ്കിൽ, ഓക്കെ, ഈ കേർവിനകത്ത് ഒരു ടാൻജൻറ്റ് എടുക്കുവാണെങ്കിൽ ദാറ്റ് വെക്ടാർസ് എക്സും വൈയും, ദാറ്റ് ഈസ് യുവർ യു വെക്ടാറും വി വെക്ടാറും എന്ത് തരും എന്ന് വെച്ചാൽ ഇറ്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ. ഓക്കെ, ഇത് ഇമാജിനറി കർവ്, നിങ്ങളിങ്ങനെ ഒരു ടാൻജൻറ്റ് വരച്ചു. അപ്പോൾ ഇത് യു ആണ്, ഇത് വി ആണ്. അപ്പോൾ ടാൻ തീറ്റ എന്തുവാ? യു ബൈ വി, ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് എസ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ അതിലേന്ന് നിങ്ങൾ ഒരു ഈക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വെലാസിറ്റി വെക്ടാർസ് എന്തുവാണ് നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് സ്ട്രീം ലൈൻ. അപ്പോൾ ഇതുവാണെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഓഫ് പിറ്റർ ട്യൂബ്. ഓക്കെ, പിന്നെ അവർ വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ഓഫ് പിറ്റർ ട്യൂബ് ആൻഡ് ഇറ്റ്സ് യൂസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അതിനകത്ത് വാട്ടർ ഫ്ലോ ആകുമോ, നമ്മൾ ഇതിൻ്റെ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പിറ്റർ ട്യൂബ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫ്ലോയിങ്, ഓക്കെ, വാട്ടർ ഇസ് ഫ്ലോയിങ്, അതിനകത്ത് ഒരു ട്യൂബ് എടുത്ത് അതിനകത്ത് വെക്കുക. ഓക്കെ, 2 എൻഡും ഓപ്പൺ ആയിട്ടുള്ള ഒരു ട്യൂബ് അതിനകത്ത് വെക്കുമ്പോഴത്തേക്ക് ഈ വാട്ടറിലെ ഈ വാട്ടർ ഒരു കൈനറ്റിക് എനർജിയിലല്ലേ വാട്ടർ ഫ്ലോ ആകുന്നത്. അപ്പോൾ ഈ കൈനറ്റിക് എനർജി പ്രഷർ എനർജിയിലോട്ട് മാറും. ആ മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ട്യൂബിനകത്ത് ആ ഹൈറ്റ്, വാട്ടറിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് ഈ ഹൈറ്റ് നമുക്ക് കിട്ടത്തില്ലേ, ഈ ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് V is equal to √2gh ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വാട്ട് ഇസ് ദ വെലോസിറ്റി, ഇതാണ് സംഭവം. ഇഫ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഇസ് റെഡ്യൂസ് ടു 0, ഈ പോയിന്റിൽ നമ്മൾ വെലോസിറ്റി 0 ആക്കുമ്പോഴത്തേക്ക് ദ പ്രഷർ ദാറ്റ് ഇസ് ഇൻക്രീസ്ഡ്, ഓക്കെ, ഡ്യൂ ടു ദ കൺവേർഷൻ ഓഫ് കൈനറ്റിക് എനർജി ഇൻ ടു പ്രഷർ എനർജി. ഈ പോയിന്റിൽ ഈ കൈനറ്റിക് എനർജി പ്രഷർ എനർജിയിലോട്ട് മാറും. എങ്ങനെയാ? ആൻഡ് ബൈ മെഷറിങ് ദ ഇൻക്രീസ് ഇൻ ദ പ്രഷർ, അത് പ്രഷർ എനർജി ഇൻക്രീസ് ആകുന്നത് ഈ ഹൈറ്റിൽ, ആ ട്യൂബിനകത്ത് ഉള്ള വാട്ടറിൻ്റെ ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിലിരുന്ന് നമുക്ക് വെലോസിറ്റി ഓഫ് ദ ഫ്ലോ മേ ബി ഡിറ്റർമൈൻഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു പോയിൻ്റ്, ഈ ട്യൂബിനകത്ത് ഉള്ളത് ആ പോയിൻ്റ്, എ പോയിൻ്റ്. അപ്പോൾ ഇത് രണ്ടിലെയും നമ്മൾ ബെർണാലിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, ബെർണാലിസ് ഇക്വേഷൻ എന്തുവാ? ഡേറ്റം സെയിം ആണ്, പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് പ്ലസ് ഡേറ്റം ഹെഡ്. അപ്പോൾ ഇവിടെ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് h0, വെലോസിറ്റി ഹെഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഉള്ള വെലോസിറ്റി v²/2g is equal to, ഈ പോയിന്റിൽ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് h0, വെലോസിറ്റി ഹെഡ് എന്ന് പറയുന്നത് അതിപ്പം ഇൻക്രീസ് ഹെച്ചിലോട്ട് മാറി, അതുകൊണ്ടാണ് h0 പ്ലസ് h. അപ്പോൾ ഈ h0 ക്യാൻസലായി, h is equal to v²/2g, that is v is equal to √2gh. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് പിറ്റർ ട്യൂബ്. ഓക്കെ, അതിൻ്റെ യൂസ് എന്തുവാ? ടു മെഷർ ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ ദ ഫ്ലോയിങ് സ്ട്രീം, അതാണ് അതിൻ്റെ യൂസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തുവാണെന്ന് വെച്ചാൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനും എനർജി ഗ്രേഡിയൻറ്റ് ലൈൻ എന്തുവാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ജോയിൻസ് എ പീസോമെട്രിക് ഹെഡാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പീസോമെട്രിക് ഹെഡ് എന്ന് വെച്ചാൽ എന്തുവാ? P/ρg പ്ലസ് Z ആണ് പീസോമെട്രിക് ഹെഡ്. ഓക്കെ, അപ്പം പടം വരയ്ക്കണം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പടം വരയ്ക്കണം. 3 മാർക്കിനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വെറുതെ ജോയിൻസ് എ പീസോമെട്രിക് ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം എഴുതിയാൽ പോരാ, അതെന്താണ് നിങ്ങൾ പടം വരച്ച് കാണിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 റിസർവോയർ ഉണ്ട്. ആ 2 റിസർവോയറിന് നമ്മൾ ഒരു പൈപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഡേറ്റം ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 പോയിൻ്റ് എടുക്കുക. അപ്പോൾ ഈ ഡേറ്റത്തിലിരുന്ന് ഈ പൈപ്പിൻ്റെ ഫസ്റ്റ് പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ് Z1, അതുപോലെ Z2 ഫോർ ദ സെക്കൻഡ് പോയിൻറ്റ്. ഓക്കെ, ഇവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ട്യൂബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻക്രീസ് ഇൻ പ്രഷർ P/ρg, ആ ഹെഡ് ഈ ട്യൂബിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ P1/ρg, P2/ρg. ഓക്കെ, അപ്പം ഈ പ്രഷർ ഇത് എല്ലാത്തിലും സെയിം ആയിരിക്കണമെന്നല്ല. അപ്പം ഈ പൈപ്പിൽ ഇത്രയും ലെങ്ത് ക്രോസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രിക്ഷൻ ലോസ് വരത്തില്ലേ, അതുകൊണ്ട് നമുക്ക് ഈ ഇവിടുത്തെ പ്രഷറും തമ്മിൽ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ P1/ρg പ്ലസ് Z1 ആണ് ഇവിടുത്തെ പീസോമെട്രിക് ഹെഡ്. ഓക്കെ, ഈ സെക്കൻഡ് സെക്ഷനിൽ P2/ρg പ്ലസ് Z2 ആണ്.
അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ലൈനൊക്കെ നമ്മൾ ജോയിൻ ചെയ്യത്തില്ലേ, അതാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ. ഓക്കെ, ഇത് ഇൻക്ലൈൻ പൈപ്പിൻ്റെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനാണ്. ഇഫ് യു വാണ്ട് യു കൻ ഡ്രാ ഫോർ ദ ഹൊറിസോണ്ടൽ പൈപ്പിന് നമുക്ക് വരയ്ക്കാം. ഈ പൈപ്പിൽ വരയ്ക്കുമ്പോൾ ഈ ലൈൻ സെയിം ആയിട്ട് കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇൻക്ലൈൻ പൈപ്പ് ഹൊറിസോണ്ടൽ പൈപ്പ് കാണിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യത്തെ പ്രഷർ ഹെഡും രണ്ടാമത്തെ സെക്ഷനിൽ തമ്മിലുള്ള പ്രഷർ ഹെഡും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും, ഡിഫറൻസ് ഉണ്ടാകും. എന്തുകൊണ്ട്? ഈ വാട്ടർ ഇത്രയും ഡിസ്റ്റൻസിൽ പൈപ്പിലോട്ട് പോകുമ്പോൾ ഫ്രിക്ഷൻ ലാസ്, ഡ്യൂ ടു ഫ്രിക്ഷൻ ലാസ് ദർ വിൽ ബി എ ലോസ് ഇൻ പ്രഷർ ഹെഡ്. അതുകൊണ്ടാണ് ഈ P1 P2 ഒരു സ്ലോപ്പായിട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ലൈൻ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ദിസ് ഈസ് യുവർ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ. ഇത് നിങ്ങൾക്ക് വേറൊരു ലൈനെന്നും കൂടി പറയാം, പ്രഷർ ലൈനെന്നും പറയാം. ഓക്കെ, അല്ലെങ്കിൽ പീസോമെട്രിക് ഹെഡ് ലൈനും കൂടി പറയാം. ഓക്കെ, അപ്പോൾ എനർജി ഗ്രേഡ് ലൈൻ എന്തുവാ, അല്ലെങ്കിൽ ടോട്ടൽ ഗ്രേഡ് ലൈൻ എന്തുവാ, ടോട്ടൽ എനർജി ഗ്രേഡ് ലൈൻ എന്തുവാ? ഇറ്റ് ജോയിൻസ് ദ ടോട്ടൽ എനർജി ഹെഡ് അറ്റ് വേരിയസ് പോയിൻറ്റ്സ്. അതെന്തുവാ? ഡേറ്റം ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ്, Z1 പ്ലസ് P1 ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G. അതാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ഓർക്കണം, എപ്പോഴും ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ ഇസ് ഓൾവേസ് പാരലൽ ടു ദി ടോട്ടൽ ഗ്രേഡ് ലൈൻ ആൻഡ് ഇറ്റ് ഓൾവേസ് ലൈസ് ബിലോ ദ ടോട്ടൽ ഗ്രേഡ് ലൈൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ ഇസ് ഓൾവേസ് പാരലൽ ടു ദ ടോട്ടൽ എനർജി ലൈൻ and always lower than the total energy line. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഹൈഡ്രോളിക് ഡെപ്ത് ആൻഡ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഓഫ് റെക്ടാങ്കുലർ ചാനൽ. ഓക്കെ, അപ്പോൾ ആദ്യം ഹൈഡ്രോളിക് ഡെപ്ത് എന്തുവാണെന്ന് നോക്കണം. ഹൈഡ്രോളിക് ഡെപ്ത് എന്തുവാ? വെട്ടഡ് ഏരിയ ഡിവൈഡഡ് ബൈ ടോപ്പ് വിത്ത്. ഡെപ്ത് എന്ന് പറയുമ്പോൾ വെട്ടഡ് ഏരിയ ഡിവൈഡഡ് ബൈ ടോപ്പ് വിത്ത് ആണ് ഹൈഡ്രോളിക് ഡെപ്ത്. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് എന്തുവാ? R is equal to വെട്ടഡ് ഏരിയ ഡിവൈഡഡ് ബൈ വെട്ടഡ് പെരിമീറ്റർ. ഓക്കെ, ഹൈഡ്രോളിക് ഡെപ്ത് സിമ്പിളായിട്ട് ഹൈഡ്രോളിക് ഡെപ്തിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ D ഇസ് ഈക്വൽ ടു വെട്ടഡ് ഏരിയ ഡിവൈഡഡ് ബൈ ടോപ്പ് വിത്ത്. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഓർ ഹൈഡ്രോളിക് റേഡിയസ് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി എക്സ്പാൻഡ് ആയില്ലേ, ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അങ്ങനെ എക്സ്പാൻഡ് ആയതുകൊണ്ട് വെട്ടഡ് ഏരിയ ഡിവൈഡഡ് ബൈ വെട്ടഡ് പെരിമീറ്റർ. അവർ ട്രയാങ്കുലർ ചാനലിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, അതിൻ്റെ ഡെപ്ത് Y ആണ്, അതിൻ്റെ സൈഡ് 1 വെർട്ടിക്കൽ Z ഹൊറിസോണ്ടൽ ആണ്. അപ്പോൾ വെട്ടഡ് ഏരിയ എന്തുവായിരിക്കും? ഈ ടോപ്പ് വിത്ത് എന്തുവായിരിക്കും? ഈ ടോപ്പ് വിത്ത് 1 വെർട്ടിക്കലിന് Z ഹൊറിസോണ്ടൽ. ദർഫോർ ഫോർ Y വെർട്ടിക്കൽ എന്തുവായിരിക്കും? Z ഇൻറ്റു Y ആയിരിക്കും. അപ്പോൾ ഏരിയ എന്തുവായിരിക്കും? വെട്ടഡ് ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദിസ് ഡെപ്ത് ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ് Y ഇൻറ്റു 2ZY. നമുക്ക് 2 അല്ലേ, അതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ 2ZY ഇട്ടാലും മതി. ഇപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് വെട്ടഡ് ഏരിയ ZY സ്ക്വയർ ആണ്. വെട്ടഡ് പെരിമീറ്റർ എന്തുവാ? ഈ ഡിസ്റ്റൻസും ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്തുവായിരിക്കും? Y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് Z സ്ക്വയർ അല്ലേ? ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് Y സ്ക്വയർ പ്ലസ് Z സ്ക്വയർ Y സ്ക്വയർ. അപ്പോൾ Y സ്ക്വയർ കോമൺ ആയി എടുക്കുമ്പോഴത്തേക്ക് 1 പ്ലസ് Z സ്ക്വയർ സ്ക്വയർ റൂട്ട്. അപ്പോൾ സ്ക്വയർ റൂട്ട് റിമൂവ് ചെയ്യുമ്പോൾ Y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് Z സ്ക്വയർ ഈ സൈഡ് ഉള്ളത് കൊണ്ട് 2Y റൂട്ട് ഓഫ് 1 പ്ലസ് Z സ്ക്വയർ. മനസ്സിലായോ? ഇപ്പോൾ ടോപ്പ് വിത്ത് എന്തുവാ? ZY പ്ലസ് ZY 2ZY. ഓക്കെ, അതിലെന്ത് ഹൈഡ്രോളിക് ഡെപ്തും ഹൈഡ്രോളിക് മീൻ ഡെപ്തിൻ്റെ ഫോർമുല നമ്മൾ എഴുതി. മനസ്സിലായോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഓപ്പൺ ചാനൽ. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇത് എങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓപ്പൺ ചാനലിനകത്ത് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ഈസ് മെഷേർഡ് എയ്തർ വിത്ത് പിറ്റഡ് ട്യൂബ് ഓർ ബൈ യൂസിങ് കറണ്ട് മീറ്റർ. ഓക്കെ, പിറ്റഡ് ട്യൂബ് വെച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കറണ്ട് മീറ്റർ വെച്ച് കണ്ടുപിടിക്കാം. ഈ വെലോസിറ്റി of flow at any section is not uniformly distributed due to the presence of free surface and frictional resistance. അത് എല്ലാവർക്കും അറിയാനുള്ളത്. ഒരു ചാനലിനകത്ത്
എപ്പോഴും യൂണിഫോം ആയിട്ടാണോ ഡിസ്ട്രിബ്യൂട്ട് ആകുന്നത്? അല്ലല്ലോ, കുറേ നോൺ യൂണിഫോം ആയിട്ടാണ് പോകുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്, ചാനൽ ബൗണ്ടറിൻ്റെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രീ സർഫേസിൻ്റെ പ്രസൻസ് ആയതുകൊണ്ട് വെലോസിറ്റി ഓഫ് ഫ്ലോ യൂണിഫോം ആയിട്ട് വരുന്നില്ല. ഇറ്റ്സ് നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. പിന്നെ ഉള്ളത് മാക്സിമം വെലോസിറ്റി അക്കേഴ്സ് ബിലോ ദ ഫ്രീ സർഫേസ്. ഓക്കെ, പൈപ്പ് ആകുമ്പോഴത്തേക്ക് മാക്സിമം വെലോസിറ്റി സെൻറ്റർ ആയിരിക്കും, അത് പൈപ്പിലെയാണ്. പക്ഷേ ചാനലിനകത്ത് ഈ ഫ്രീ സർഫേസിന് കുറച്ചും കൂടി താഴോട്ടാണ് മാക്സിമം വെലോസിറ്റി അക്കർ ആകുന്നത്. ആ ഡിസ്റ്റൻസും അവർ പറഞ്ഞിട്ടുള്ളത് 0.05 to 0.15 ഓഫ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ. ഓക്കെ, അവിടെയാണ് നമുക്ക് വി മാക്സ് വരുന്നത്. എപ്പോഴാണ് 0.05 to 0.015 ഡെപ്ത് ഓഫ് ഫ്ലോ, അതിൻ്റെ താഴെ ബിലോ ദ ഫ്രീ സർഫേസ്. ഈ ഡിസ്റ്റൻസ് ആണ് ഇത്. ഓക്കെ, വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഏതിലെയാണ് ഡിപ്പെൻഡ് ആയിരിക്കുന്നത്? ഷേപ്പ് ഓഫ് ദി ചാനൽ അല്ലേ? ട്രപ്പിസോഡൽ, റെക്ടാങ്കുലർ, ട്രയാങ്കുലർ, സർക്കുലർ, അതിനനുസരിച്ചാണ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ പ്രസൻസ് ഓഫ് ബെൻസ് ആൻഡ് ഓൾസോ ദ റഫ്നെസ് ഓഫ് ദി ചാനൽ. ഇത്രയും എഴുതി ഈ പടം ഒന്ന് വരച്ച് ഇങ്ങനെ കാണിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ എസ് ടൈപ്പിൻ്റെ വാട്ടർ പ്രൊഫൈൽ. എസ് ടൈപ്പ് വാട്ടർ പ്രൊഫൈലിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, എങ്ങനെയാണ് വരുന്നത്? S1 പ്രൊഫൈൽ ഇസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ ഫ്ലോ ഫ്രം ദ സ്റ്റീപ്പ് ചാനൽ ഇസ് ടെർമിനേറ്റഡ് ബൈ എ ഡീപ്പ് പൂൾ ക്രിയേറ്റഡ് ബൈ ആൻ അബ്സ്ട്രക്ഷൻ സച്ച് എസ് വിയർ ഓൺ ഡാം. ഇതാണ് നിങ്ങളുടെ സ്ലോപ്പ്. ഇത് സ്റ്റീപ്പ് സ്ലോപ്പാണ്. ഓക്കെ, ഈ സ്റ്റീപ്പ് സ്ലോപ്പിനകത്ത് എന്തെങ്കിലും ഒരു അബ്സ്ട്രക്ഷൻ വന്ന് ഒരു പൂള് ക്രിയേറ്റ് ആകുമ്പോഴത്തേക്ക് സ്റ്റീപ്പ് സ്ലോപ്പിലാണ്. ഓക്കെ, സ്റ്റീപ്പ് സ്ലോപ്പിൽ ഒരു അബ്സ്ട്രക്ഷൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജമ്പ് ക്രിയേറ്റ് ആക്കി വാട്ടർ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോയി ഇറങ്ങും. അതാണ് S1 പ്രൊഫൈൽ. ഓക്കെ, ക്രിട്ടിക്കൽ ഡെപ്ത് NDL. ഇത് നിങ്ങൾക്കറിയാലോ, YC is greater than YN. ഇതാണ് നമ്മുടെ ആക്ച്വൽ ഡെപ്ത്. സോ Y is greater than YC greater than YN. ഓക്കെ, S2 പ്രൊഫൈൽ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ S2 പ്രൊഫൈൽ അക്കേഴ്സ് അറ്റ് ദ എൻട്രൻസ് റീജിയൻ ഓഫ് ദ സ്റ്റീപ്പ് ചാനൽ ലീഡിങ് ഫ്രം എ റിസർവോയർ. ഒരു റിസർവോയറിലേருந்து സ്റ്റീപ്പ് ചാനൽ തുടക്കം വരുവാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ സെക്കൻഡ് പ്രൊഫൈൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്തുവാ? YC is greater than Y greater than YN. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ആക്ച്വൽ ഡെപ്ത്. YC ആണ് ആദ്യം ഉള്ളത്. അപ്പോൾ YC greater than Y greater than YN. ഓക്കെ, അല്ലെങ്കിൽ മൈൽഡ് സ്ലോപ്പിലേருந்து സ്റ്റീപ്പ് സ്ലോപ്പിലേക്ക് മാറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് S2 പ്രൊഫൈൽ വരാം. ഓക്കെ, S3 പ്രൊഫൈൽ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ഫ്രീ ഫ്ലോ ഫ്രം എ സ്ലൂയിസ് ഗേറ്റ് വിത്ത് എ സ്റ്റീപ്പ് സ്ലോപ്പ് ഓൺ ഇറ്റ്സ് ഡൗൺ സ്ട്രീം. ഓക്കെ, ഒരു സ്ലൂയിസ് ഗേറ്റിലേருந்து നോർമലായിട്ട് വെള്ളം വരുന്നു, പക്ഷേ അവിടെ സ്റ്റീപ്പ് സ്ലോപ്പ്, ഡൗൺ സ്ട്രീമിൽ സ്റ്റീപ്പ് സ്ലോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് S3 പ്രൊഫൈൽ വരാം. അല്ലെങ്കിൽ ഓർ ഫ്ലോ ഫ്രം സ്റ്റീപ്പർ സ്ലോപ്പ് ടു ലെസ് സ്റ്റീപ്പ് സ്ലോപ്പ്, സ്റ്റീപ്പറിലേருந்து ലെസ് സ്റ്റീപ്പിലേക്ക് മാറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ കണ്ടീഷൻ വരാം. ഈ കണ്ടീഷൻ എന്തുവാ? YC is greater than YN is greater than Y. ഇതാണ് നിങ്ങളുടെ ആക്ച്വൽ ഡെപ്ത്. മനസ്സിലായോ?